എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗൗതമിന്റെയും അളകനന്ദയുടെ ഒക്കെ നാളത്തെ ഒരു അടിപൊളി പ്രമോ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. നാളത്തെ പ്രമോ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന മിഥുന്റെ ഒപ്പം നന്ദ നേരെ എസ്റ്റേറ്റിലേക്ക് വരുന്നുണ്ട്. റിസോർട്ടിലേക്ക് വരുവാണ്. ഈ സമയത്ത് നന്ദയെ കാണാതെ അവിടെ എല്ലാവരും കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഇതിനോടൊപ്പം നന്ദ വരുന്ന കണ്ടിട്ട് ആർക്കും അങ്ങോട്ട് സഹിച്ചില്ല. അതിന്റെ വിശേഷങ്ങളും പിന്നീട് മഹേശൻ ആ സത്യങ്ങളൊക്കെ അറിയുവാണ്, നന്ദ എങ്ങോട്ടാ പോയെന്നുള്ളത്. അതൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ മഹേശന് സഹിക്കാൻ പറ്റിയില്ല. അപ്പൊ അതിന്റെയൊക്കെ ഒരു പ്രമോ വിശേഷമാണ് നാളെ കാണിച്ചിരിക്കുന്നത്. ഇന്ന് നമ്മൾ അവസാനം കണ്ടേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്ദ ഗാഥയുടെ വീട് തേടിയിട്ട് എത്തുവാണ്. അപ്പൊ ഗാഥയുടെ അമ്മ സുജാതനെ കാണുവാണ്. പിന്നീട് സുജാത കാര്യങ്ങളൊക്കെ പറയുവാണ്. ഗാഥ ചെന്ന് പെട്ടിരിക്കുന്ന ആ ചതിക്കുഴിയെ കുറിച്ച് ഗാഥ ഇപ്പോഴും പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ആ പിഞ്ചു കുഞ്ഞിന് അവൾക്ക് നീതി കെട്ടാൻ വേണ്ടിയിട്ട് അവളെ ആ കുഞ്ഞിനെ ഇല്ലാതാക്കിയ കേസിലെ ഒന്നാം സാക്ഷിയാണ് ഗാഥ. അപ്പൊ ആ കേസ് അപ്പൊ അതിനെതിരെ സാക്ഷി പറയാതിരിക്കാൻ വേണ്ടി ബാലാജി അവളെ ഇങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുവാണ്. അവളെ ഇവിടുന്ന് കടത്തിക്കൊണ്ട് പോകാനാണ് ശ്രമം, ദുബായിക്ക് കൊണ്ടുപോകാനാന്ന് പറയുക. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നന്ദയ്ക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. നന്ദ പറഞ്ഞ് ആശ്വസിപ്പിക്കുവാണ് ഗാഥയുടെ അമ്മ സുജാതനെ. അമ്മയുണ്ടെന്നും സങ്കടപ്പെടണ്ട കേട്ടോ, എന്ത് വന്നാലും ഒപ്പം ഞാനുണ്ടെന്നൊക്കെ. ആദ്യമായിട്ടായിരുന്നു അങ്ങനെ സുജാതയ്ക്ക് ഒരു ആശ്വാസവാക്ക് കിട്ടുന്നത്. പിന്നീട് എവിടുന്ന എന്താന്നൊക്കെ നന്ദയോട് ചോദിക്കുകയാണ്. അപ്പം നന്ദ പറഞ്ഞു, ഞാൻ ആ ഇന്ദീവര എസ്റ്റേറ്റ് അത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുമായിരുന്നു. ഇന്ദീവര എസ്റ്റേറ്റിലെ ആരാന്ന് ചോദിക്കുകയാണ്. അല്ല, ഇപ്പൊ അവിടെയാണ് ജസ്റ്റ് താമസിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് പറയുകയാണ്. ഓ അങ്ങനെ, കാരണം കൃത്യമൊന്നും പറയണില്ല. കാരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും സംശയം തോന്നിയാലോ, ഇവർ അച്ഛനോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നമോ. ഇപ്പോഴൊരു കാരണവശാലും അത് പറയാൻ പാടില്ല. പിന്നെ നന്ദ അതിനെക്കുറിച്ച് ഒന്നും സംസാരിച്ചില്ല. അങ്ങനെ സംസാരിച്ച് കുറെ സമയം കഴിയുമ്പോഴത്തേനും ഗാഥ അങ്ങോട്ട് വരുന്നുണ്ട്. ഗാഥ കോളേജ് വിട്ടു വരുന്ന വഴിയായിരുന്നു. നന്ദനെ കണ്ടതും ഗാഥ ഓടി വരുവാണ്. ഓടി വന്ന് നന്ദനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. പിന്നീട് നന്ദ ഗാഥയുടെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുവാണ്, എന്താ സംഭവിച്ചേ, എങ്ങനെ കണ്ട കാര്യങ്ങളും എല്ലാം. അപ്പൊ ഗാഥ എല്ലാ കാര്യങ്ങളും നന്ദയോട് തുറന്നു പറയുന്നുണ്ട്. പിന്നീട് പഠിത്തത്തെക്കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനുശേഷം ആശ്വാസവാക്കുകളൊക്കെ പറഞ്ഞിട്ടാ പോരുന്നേ. പേടിക്കണ്ട കേട്ടോ, എന്ത് വന്നാലും ഒപ്പം ഞാനുണ്ടെന്ന് പറയുവാണ്. പിന്നീട് മിഥുന്റെ ഒപ്പം വീട്ടിൽ റിസോർട്ടിലേക്ക് തിരിച്ചു വരുവാണ്. പക്ഷെ ഈ സമയത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിങ്കി അറിഞ്ഞു നന്ദ അവിടെ ഇല്ലെന്നുള്ള സത്യം. പെട്ടെന്ന് തന്നെ പിങ്കി എന്നിട്ട് ലക്ഷ്മിയമ്മയുടെ ഒക്കെ കാര്യം പറയാണ്. ലക്ഷ്മിയമ്മ, നന്ദ അവിടെ ഇല്ലോട്ടോ എന്ന് പറയണം. നന്ദ ഇല്ലേ? ആ നന്ദമോള് പിന്നെ പനിയല്ലായിരുന്നു അവക്ക്, അവള് പിന്നെ എങ്ങോട്ട് പോകാനെന്ന് ചോദിക്കുക. എങ്ങോട്ട് പോകാൻ അറിയത്തില്ല. ഇപ്പൊ ഞാൻ വാവച്ചേട്ടനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം അവളുടെ ഒരു കള്ളത്തരമായിരുന്നു. അവൾക്ക് വേറെ എന്തോ ഒരു ലക്ഷ്യമുണ്ട് ഇവിടെ, അതുകൊണ്ടാ അവൾ എങ്ങോട്ടോ മുങ്ങിയിട്ടുണ്ടെന്ന് പറയാണ്. പെട്ടെന്ന് തന്നെ ഇനിയിപ്പം നന്ദനെ കാണാനില്ലെന്ന് പറഞ്ഞപ്പോ ലക്ഷ്മിയമ്മയ്ക്ക് ആദ്യമായിപ്പോയി. ഇനി തട്ടിക്കൊണ്ട് പോയതായിരിക്കോ, പറയാൻ പറ്റില്ല. അവരെല്ലാരും കൂടെ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് തിരിച്ചു വരുവാണ്, റിസോർട്ടിലേക്ക് തിരിച്ചു വരുവാണ്. റിസോർട്ടിലേക്ക് തിരിച്ചു വന്ന് വാവച്ചനോട് ചോദിക്കുന്നുണ്ട്, എങ്ങോട്ടാ പോയെന്നൊക്കെ ചോദിക്കുമ്പോൾ വാവച്ചൻ പറഞ്ഞു, എനിക്കറിയില്ല, ഇവിടെ കിടന്ന് ഉറങ്ങുന്ന കണ്ടിട്ടാണ് ഞാൻ അപ്പുറത്തേക്ക് പോയത്. പക്ഷെ ഞാൻ ചുക്കാപ്പിയൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ആളെ കണ്ടില്ലെന്ന് പറയണം. മഹേശൻ ദേഷ്യപ്പെട്ടു, നിന്നെ ഞാൻ നോക്കാൻ ഏൽപ്പിച്ചല്ലേടാ, എന്നിട്ട് നീ എവിടെ പോയെന്ന് എന്നെ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നന്ദ എങ്ങോട്ടാ പോയാൽ എത്രയും പെട്ടെന്ന് അറിയണം. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചോണ്ടല്ലോ പിന്നെ എന്താ ചെയ്യാൻ പോന്ന് പറയാൻ പറ്റില്ല എന്നൊക്കെ മഹേശ്വരൻ ദേഷ്യപ്പെടുകയാണ് വാവച്ചനോട്. ഗോതമങ്ങാനും ഇത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർന്നു. പിന്നീട് എല്ലാവരും ടെൻഷൻ അടിക്കുക. അപ്പം ലക്ഷ്മിയമ്മേനെ ഒരു ചീത്ത പറയാ പിങ്കിയൊക്കെ. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാ, നന്ദ എന്ത് ചെയ്താലും അതിനൊക്കെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുമല്ലേ ലക്ഷ്മിയമ്മ ചെയ്യുന്നേ. ഇപ്പൊ തന്നെ അവൾ കാണിച്ച കണ്ടോ, അവൾ എങ്ങോട്ടാ പോയെന്ന് വല്ല വിവരം അറിയോ. പിന്നീട് നന്ദയുടെ ഫോണിലേക്ക് വിളിച്ചു നോക്കുകയാണ്. അപ്പൊ സ്വിച്ച് ഓഫ് എന്നാ വിവരം കിട്ടിയത്. ദേ ഫോണ് സ്വിച്ച് ഓഫ് ആന്ന് പറയണം. ലക്ഷ്മിയമ്മയ്ക്ക് ആദ്യമായി, എന്റെ ഭഗവാനെ, ഒരാപത്തിലും പെടുത്താതെ ഇങ്ങോട്ട് എത്തിച്ചാൽ മാത്രം മതിയായിരുന്നു. ഇനിയിപ്പോ അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു ഒരു ഐഡിയ ഇല്ല. ഇനിയിപ്പോ ബാലാജിയുടെ കൈപ്പിടിയിൽ എങ്ങാനും ഒതുങ്ങിയോ, അയാളെങ്ങാനും തട്ടിക്കൊണ്ട് പോയെന്ന് പറയാനും പറ്റില്ല. അയാൾ അങ്ങനത്തെ ഒരു ദുഷ്ടനാന്നാ പറഞ്ഞേ. അതൊക്കെ ഓർത്ത് ചങ്ക് തകർന്ന് നിൽക്കുന്ന സമയത്താണ് അങ്ങോട്ട് നന്ദയുടെ വരവ്. നന്ദ വരുന്ന മിഥുന്റെ ബൈക്കിലും കൂടെ. ഈ കാഴ്ച കണ്ട് ലക്ഷ്മിയമ്മയും മഹേശ്വരനും എല്ലാവരും ഒന്ന് ഞെട്ടി. പ്രത്യേകിച്ച് മഹേശ്വരൻ. മിഥുന്റെ ഒപ്പം വരിക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം മിഥുൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവോ തന്നെ കുറിച്ചുള്ള സത്യങ്ങള്. മിഥുൻ ഇവിടുത്തുകാരനാ, മിഥുന് തന്നെ കുറിച്ചുള്ള കുറെ കാര്യങ്ങളൊക്കെ അറിയായിരിക്കും. അപ്പൊ നന്ദയോട് എങ്ങനെ പറഞ്ഞാൽ അവള് ബുദ്ധിയുള്ളവളാ, അവളിതെല്ലാം അന്വേഷിച്ച് കണ്ടുപിടിക്കും. ഇത്ര സമയം താൻ ഭയന്ന എന്താണോ അത് തന്നെ സംഭവിച്ചിരിക്കുന്നത് മഹേഷിന് മനസ്സിലായി. അങ്ങനെ നന്ദ വന്നു കഴിയുമ്പോൾ ലക്ഷ്മി പറഞ്ഞിട്ട്, നീ എന്ത് പരിപാടിയാ നന്ദേ കാണിച്ചേ, നിനക്ക് പനിയാന്ന് പറഞ്ഞിട്ട് നീ ഇവിടെ കിടന്നിട്ട് നീ എങ്ങോട്ടാ പോയെന്ന് ചോദിക്കണം. അതമ്മേ, ആ സമയത്ത് മിഥുൻ വിളിച്ചു, മിഥുന്റെ വീട് ഇവിടെ അടുത്താന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ അവിടം വരെ പോയതാന്ന് പറയണ. ഓഹോ, നിനക്കൊന്ന് പറഞ്ഞിട്ട് പോകാൻ പറ്റായിരുന്നോ, നീ ഇത്ര സമയം മനുഷ്യനെ തീ തിരിച്ചല്ലോ എന്ന് പറയണം. അല്ലമ്മേ, പറയണം എന്നോർത്താ, ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെ പിന്നെ
അമ്മയ്ക്ക് ടെൻഷൻ അവൻ പുറത്തിറങ്ങിയിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് അമ്മയോട് പറയായിരുന്നേ, പെട്ടെന്ന് പോയിട്ട് ഇങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചു എന്ന് പറയണം. മനസ്സിലായി, ഇനി നീ കൂടുതലൊന്നും പറയണ്ടെന്ന് പറയാണ്. കയറി വാ എന്നും പറഞ്ഞിട്ട് അകത്തേക്ക് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവാണ്. മിഥുൻ ഈ സമയത്ത് അവിടുന്ന് പതുക്കെ എസ്കേപ്പ് ആവുകയാണ്. മിഥുന് മനസ്സിലായി ഇനി അവിടെ നിന്നിട്ടുണ്ടേ ശരിയാവത്തില്ല. അതിന് നന്ദയുടെ അച്ഛൻ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ താൻ ഉത്തരം പറയേണ്ടി വരും. പെട്ടെന്ന് അങ്ങ് പോവാ. അങ്ങനെ അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോഴത്തേനും പിങ്കിയുടെ വക ക്രോസ് വിസ്താരമായിരുന്നു നടന്നേ. പിങ്കി ചോദിച്ചു, അല്ല നീ എങ്ങോട്ടാ നന്ദേ പോയെന്ന് ചോദിക്കുകയാണ്. അതിന് ഞാൻ ഉത്തരം പറഞ്ഞല്ലോ പിങ്കി. അതൊക്കെ ഞങ്ങൾക്ക് അത്ര വിശ്വസനീയമായില്ല. ഒരു കാര്യം ഉറപ്പാ, നീ ഇങ്ങോട്ട് വന്ന് വേറെ എന്തോ ലക്ഷ്യം വെച്ചല്ലേ? സത്യം പറ, മിഥുന്റെ കൂടെ നീ എങ്ങോട്ടാ പോയത്? ഗൗതം ഡൽഹിക്ക് പോയതാ. ആ സമയം നോക്കി നീ മിഥുന്റെ കൂടെ ചുറ്റിയടിക്കുമല്ലേ ചെയ്തേന്ന് ചോദിക്കുകയാണ്. മിഥുന്റെ കൂടെ ചുറ്റിയടിക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം നീ ചെയ്ത പരിപാടിയല്ലേ? നിനക്ക് പനിയാന്നും പറഞ്ഞിട്ട് ഇവിടെ കിടന്ന് അഭിനയിച്ചേന്ന് ചോദിക്കുകയാണ്. മോഹിന് ശരിയാ, ഇവൾക്ക് പനിയൊന്നും ഇല്ലായിരുന്നു, നമ്മളെല്ലാരും പറഞ്ഞു പറ്റിക്കോ ഇതെന്ന് പറയണം. അപ്പൊ പവിത്ര, എന്നാലും തന്തേച്ചി ഇത് വേണമായിരുന്നോ? ഗൗതമേട്ടൻ എങ്ങാനും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും പിന്നെ? പാവം ഗൗതമേട്ടൻ ഇതൊന്നും അറിയത്തില്ല എന്ന് പറയാണ്. നന്ദ പറഞ്ഞു, നിങ്ങളൊക്കെ എന്താ വിചാരിച്ചു വെച്ചിരുന്നേ? ഒരുത്തൻ ബൈക്കിൽ കറങ്ങിയിട്ടുണ്ടെങ്കിൽ അവനോട് പ്രണയമാണെന്നാണോ? അതും ഇതിനോട്. ഇതിനെക്കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നല്ലേ, പിന്നെ എന്തിനാ അവനെ കുറിച്ച് ഇങ്ങനെ പറയണേന്ന് ചോദിക്കുകയാണ്. പിന്നെ പിങ്കി പറഞ്ഞു, നീ എന്തിനാ പോയത്? ഇപ്പൊ ഞങ്ങൾക്കെല്ലാം മനസ്സിലായി, അവനോടൊപ്പം ചുറ്റിയടിക്കണം. നീ ഗൗതമിനെ ചതിച്ചോണ്ടിരിക്കുവല്ലേ ഇപ്പം? നിന്റെ ഉള്ളിൽ ഇപ്പോഴും ഇതിനുണ്ടല്ലേ? അന്ന് ആ ഡാൻസ് കോമ്പറ്റീഷന് അന്ന് തന്നെ നിന്നെ ഞങ്ങളെ നോക്കി വെച്ചിരിക്കുന്ന, അന്ന് എല്ലാവരും വേണ്ടാന്ന് പറഞ്ഞിട്ട് പോലും അവന്റെ ഒപ്പം ഡാൻസ് കളിക്കാണ്ട് നിനക്ക് എന്ത് ചൂടായിരുന്നു? എന്നിട്ട് ആ ഡാൻസ് മുടങ്ങിയതിന്റെ പേരിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് നീ ഉണ്ടാക്കിയത്? അതും പോരാഞ്ഞിട്ട് ഇപ്പൊ ആടെ ഇതിന്റെ ബൈക്കിൽ കയറി അവ ചുറ്റിയടിക്കുന്നു. ഇപ്പൊ ശരിക്കും നിങ്ങളോട് ആഘോഷിക്കാൻ വന്നതല്ലെന്ന് ചോദിക്കുവാണ്. ലക്ഷ്മിയമ്മയ്ക്ക് സങ്കടം. ലക്ഷ്മി പറഞ്ഞു, പിങ്കി മതി നിർത്ത് എന്ന് പറയണം. അതെ, ലക്ഷ്മിയമ്മ ഇതൊക്കെ കേട്ട് വിശ്വസിച്ചോണ്ടിരുന്ന ഇവള് നിങ്ങളെല്ലാവരും ചതിച്ചോണ്ടിരിക്കുവെന്ന് പറയാണ്. അല്ലെങ്കിൽ ഇവളുടെ മനസ്സിൽ വേറെ എന്തൊക്കെയോ പ്ലാനുകളും പദ്ധതിയും ഉണ്ടെന്ന് എനിക്ക് അപ്പോഴേ മനസ്സിലായി നീ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ തന്നെ. അതുകൊണ്ടാണ് ഞാൻ വാവച്ചേട്ടനെ വിളിച്ചു ചോദിച്ചെന്ന് പറയാണ്. മഹേഷിന് ചോദിച്ചു, നന്ദ നീ എങ്ങോട്ടാ പോയെന്ന് ചോദിക്കണം. നന്ദ പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലോ അച്ഛാ, എനിക്ക് ഇതിന്റെ വീട് വരെ പോണായിരുന്നു, കുറച്ച് ബുക്സ് ഒക്കെ ഒന്ന് നോട്ട്സ് ഒക്കെ നോക്കാം, അതിന് വേണ്ടി ഞാൻ പോയതാന്ന് പറയാൻ. അത് നീ മുമ്പ് പറഞ്ഞില്ലല്ലോ, നിനക്ക് ഇവിടെ ആരുടെയും പറഞ്ഞിട്ട് പോകാൻ പറ്റായിരുന്നു എന്നൊക്കെ ചോദിക്കുകയാണ്. മഹേഷിന്റെ ഉള്ളിൽ ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. പിന്നീട് നന്ദ അങ്ങ് പറഞ്ഞ് നന്ദ ദേഷ്യപ്പെട്ട് അങ്ങോട്ട് കയറിപ്പോവാണ്. പിന്നെ മഹേഷിന്റെ അടുത്തേക്ക് വാവച്ചൻ വരുന്നുണ്ട്. വാവച്ചൻ ഒന്ന് മഹേഷിനെ പറഞ്ഞു, അവൾ എങ്ങോട്ടാ പോയെന്ന് അന്വേഷിക്കണം. ഒരു പക്ഷേ ആൾ ആ വീട്ടിലേക്ക് എങ്ങാനും ആണെങ്കിൽ ചെന്ന് കയറിയെങ്കിൽ അതിനെക്കുറിച്ച് എത്രയും പെട്ടെന്ന് എനിക്ക് അന്വേഷിച്ചിട്ട് എൻ്റെ അടുത്ത് ഒന്ന് പറയണമെന്ന് പറയാണ്. വാവച്ചൻ പറഞ്ഞു, അതൊന്നും ഓർത്ത് സാറ് വിഷമിക്കണ്ട കേട്ടോ, ആ കാര്യം ഞാൻ ഏറ്റെന്ന് പറയാണ്. ഇനി നന്ദക്കുഞ്ഞ് എങ്ങോട്ടാ പോയെന്ന് നമുക്ക് അന്വേഷിക്കാം. ഇനിയിപ്പം ഇതിന്റെ ഒപ്പമാണോ എന്നറിയില്ല. അവന്റെ ഒപ്പം അങ്ങനെ ആണെങ്കിൽ അവൻ്റെ ഒരു താക്കീത് കൊടുത്തു വിട്ടാലേ വാവച്ച. ഇനി ഒരു കാരണവശാലും അവൻ നന്ദേനും കൂട്ടി ഇവിടെ ഒന്നും ചുറ്റി അടിക്കരുത്. അവൾ ഇവിടെ കറങ്ങുന്ന നമുക്ക് പ്രശ്നം അറിയാലോ, എന്താ സംഭവിക്കാൻ പോകുന്നത്. അങ്ങനെ ഒരു കാരണവശാലും സംഭവിച്ചുകൂടാ. ഇത്രയും കാലം ഞാൻ മറച്ചു വെച്ച പല കാര്യങ്ങളും ഉണ്ട്, അതൊക്കെ വെളിച്ചത്ത് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളും കൂടെ കൂടിയാ കുടുങ്ങാൻ പോകുന്ന വാവച്ച. ആ ഒരു ചിന്ത വേണമെന്ന് പറയാം. വാവച്ചൻ പറഞ്ഞു, അതൊന്നും ഓർത്ത് സാറ് വിഷമിക്കണ്ട കേട്ടോ, അങ്ങനെ ഒന്നും സംഭവിക്കില്ല, ഈ വാവച്ചൻ അതൊക്കെ നോക്കിക്കോളാന്ന് പറയാണ്. എന്നിട്ട് വാവച്ചൻ അങ്ങോട്ട് പോവാണ്. അങ്ങനെ മഹേഷിന് ഇനി എന്ത് ചെയ്യണമെന്ന് അതിൽ ആകെപ്പാട് ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.